അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ഇതുവരെയും നിങ്ങൾ ഒരാറ്റത്തിൽ ഇലക്ട്രോൺസ് ക്രമീകരിച്ചിരിക്കുന്ന ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ താഴ്ന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണമായി അറ്റോമിക സംഖ്യ 11 ഉള്ള ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചത് 2, 8, 1 എന്നിങ്ങനെയാണ്. 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 1 എന്നിങ്ങനെയാണ്. എന്നാൽ ഇനി 10ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇങ്ങനെയല്ല. അതായത് ആറ്റത്തിലെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതിയായിരിക്കും ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ആറ്റത്തിൻ്റെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ വൈസ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമുക്ക് ഈ 10ാം ക്ലാസ് മുതൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ അറ്റോമിക സംഖ്യ കിട്ടിയാൽ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം എന്നുള്ളതിനെ പറ്റിയാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് എളുപ്പവഴിയിൽ ഏത് അറ്റോമിക സംഖ്യ കിട്ടിയാലും എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫിഗർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എങ്കിലും ഞാനിവിടെ അല്പം ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആദ്യമായി ഒരു ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പേപ്പറിൽ 1s എന്ന് എഴുതി വയ്ക്കണം. കാരണം ഒന്നാമത്തെ മെയിൻ ഷെല്ലിൽ ഒരു സബ് ഷെൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് താഴെ മാറി 2s 2p എന്ന് എഴുതി വയ്ക്കണം. അത് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ 3s 3p 3d എന്ന് എഴുതി വയ്ക്കണം. കാരണം മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലുണ്ട് എന്ന് നാം പഠിച്ചു. 3s 3p 3d. അടുത്തതായി അതിൻ്റെ അടിയിലായി 4s 4p 4d 4f ഉണ്ട്. 4f അത് നമ്മളിങ്ങനെ എഴുതാൻ പഠിക്കണം. അതിൻ്റെ അടിയിലായി 5s 5p 5d 5f 5s ബട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതുകയാണെങ്കിലോ 6s 6p 6d 6f ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പഠിക്കണം. അത് നിങ്ങൾ ഒരിക്കലും കാണാപ്പാടം ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായി നിങ്ങൾക്കിങ്ങനെ 1s 2s 2p 3s 3p 3d 4s 4p 4d 4f 5s 5p 5d 5f 6s 6p 6d 6f അടിയിൽ 7s 7p ഇങ്ങനെ പോകും. അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതാൻ ആദ്യം പഠിക്കണം. ഇത് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അര മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നാം എന്ത് ചെയ്യണം? ഇങ്ങനെ ക്രോസ് ചെയ്യണം. ഇതേ രീതിയിൽ ക്രോസ് ചെയ്യാൻ പഠിക്കണം. പാരലായിട്ട് ഇങ്ങനെ ഇതേ രീതിയിൽ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യാൻ പഠിക്കണം. വളരെ സിമ്പിൾ. കണ്ടോ ഞാൻ ക്രോസ് ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഓക്കെ, യെസ്, ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഒരു ആരോ മാർക്ക് കൂടി വേണമെങ്കിൽ ഇട്ടോളൂ. ഇതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ടാകും. ഇങ്ങനെ നിങ്ങൾ എഴുതാൻ ആദ്യം പഠിക്കണം. അത് നിങ്ങൾ കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട. വെറുതെ നമ്മൾക്കിങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വളരെ സിമ്പിൾ മാത്രമേ ഉള്ളൂ. ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം, ഒരാറ്റത്തിൽ ഇലക്ട്രോൺ ചേർക്കപ്പെടുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്. താഴ്ന്ന ക്ലാസ്സിൽ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഒരാറ്റത്തിൽ ഇലക്ട്രോണുകൾ ചേർക്കപ്പെടുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ ഷെല്ലിലെ
എസ് സബ്ഷെൽ കഴിഞ്ഞാൽ ഊർജം കൂടുതൽ 2s-നാണ്. 2s-ലും ഊർജം കൂടുതൽ ഇങ്ങനെ വന്നാൽ പിന്നെ ഇങ്ങനെ 2p-ക്കാണ്. 2p സബ്ഷെല്ലിലും ഊർജം കൂടുതൽ 3s-നാണ്. 3s-ലും ഊർജം കൂടുതൽ 3p-ക്കാണ്. 3p കഴിഞ്ഞാൽ ഊർജം കൂടുതലുള്ള സബ്ഷെൽ 4s-നാണ്. 4s കഴിഞ്ഞാലോ ഊർജം കൂടുതൽ 3d-ക്കാണ്. കാരണം ഇത് കഴിഞ്ഞാണ് ഇത് വരിക. 3d-ക്കാണ്. 3d-യിലും ഊർജം കൂടുതൽ 4p-ക്കാണ്. 4p-യിലും ഊർജം കൂടുതൽ 5s-നാണ്. 5s-ലും ഊർജം കൂടുതൽ 4d-ക്കാണ്. 4d-യിലും ഊർജം കൂടുതൽ 5p-ക്കാണ്. 5p-യിലും ഊർജം കൂടുതൽ 6s-നാണ്. 6s കഴിഞ്ഞാൽ ഊർജം കൂടുതലുള്ള സബ്ഷെൽ 4f. അത് കഴിഞ്ഞാൽ ഊർജം കൂടുതൽ 5d. അത് കഴിഞ്ഞാൽ ഊർജം കൂടുതൽ 6p. 6p കഴിഞ്ഞാൽ 7s ഇവിടെ ഇല്ല. നമ്മൾ എഴുതിയില്ല എന്നുള്ളൂ. കാരണം അത്രയും വലിയ നമ്പർ, അറ്റോമിക് നമ്പർ ഉള്ളതൊന്നും എഴുതാൻ ചോദിക്കില്ല. അതുകൊണ്ട് ഞാൻ എഴുതിയില്ല എന്നുള്ളൂ. 7s ഉണ്ട്. 7s കഴിഞ്ഞാൽ ഊർജം കൂടുതൽ 5f-നാണ്. അത് കഴിഞ്ഞാൽ ഊർജം കൂടുതലോ 6d. 6d കഴിഞ്ഞാൽ ഊർജം കൂടുതൽ ഇവിടെ 7p ഉണ്ട് അല്ലേ? 7p ഉണ്ട്. ഞാൻ എഴുതിയില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ 7p കഴിഞ്ഞാലോ 6f-നാണ് ഊർജം കൂടുതൽ. അത് കഴിഞ്ഞാൽ ഊർജം കൂടുതൽ 7d-ക്കാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, സബ്ഷെല്ലുകളെ ഊർജം കൂടി വരുന്ന ക്രമത്തിലും കുറഞ്ഞു വരുന്ന ക്രമത്തിലും സബ്ഷെല്ലുകളെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയും. ഉദാഹരണമായി ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ ഇങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? 4s-നാണോ 3d-ക്കാണോ എനർജി കൂടുതൽ? വൈ? എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായി ഉത്തരം പറയാൻ കഴിയും. 4s-നാണ് എനർജി കുറവ്. അത് കഴിഞ്ഞാണ് 3d വരുന്നത്. പുറത്ത് 3d ആണ്. അതുകൊണ്ട് 3d-ക്കാണ് ഊർജം കൂടുതൽ. കാരണം ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ചേർക്കപ്പെടുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് എന്നുകൂടി എഴുതി കഴിഞ്ഞാൽ ഉത്തരം കിട്ടി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ചുകൊണ്ടായിരിക്കും ഇനി മുതൽ നിങ്ങൾ 10ാം ക്ലാസ്സിലും തുടർന്ന് +1 +2 ഡിഗ്രി ലെവലിലൊക്കെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതണമെങ്കിൽ ഈ ഫിഗർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ. ഇനി ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നാം ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി എന്നുള്ളത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ശ്രദ്ധയോടെ ഇരിക്കണേ. ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ ഇവിടെ ഇല്ല. ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ 1 എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഉണ്ട്. ഈ ഒരു ഇലക്ട്രോൺ എവിടെ കാണുന്നു? ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തുള്ള ഷെല്ലിലെ സബ്ഷെല്ലിലേക്ക് പോകും. അതായത് ഇവിടെ മുതൽ ആരംഭിക്കുന്നു. 1 ഫസ്റ്റ് മെയിൻ ഷെല്ല്, അതിലെ ഒരേ ഒരു സബ്ഷെല്ലാകുന്ന എസ് സബ്ഷെല്ല്. അതിൽ പരമാവധി 2 ഇലക്ട്രോൺസ് കൊള്ളും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരേ ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ഇലക്ട്രോൺ നമ്മളിങ്ങനെ മുകളിൽ എഴുതി വായിക്കുന്നത് 1s1. ഇതാണ് ഹൈഡ്രജൻ്റെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം. ഈ എസിൻ്റെ മുന്നിൽ കാണുന്ന 1 മുഖ്യ ഷെല്ലിനെ സൂചിപ്പിക്കുന്നു, അതായത് കെ ഷെല്ല്. എന്നാൽ എസിൻ്റെ മുകളിൽ കാണുന്ന ഈ 1 അതിലടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇതാണ് അതിൻ്റെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ ഹീലിയം അറ്റോമിക് നമ്പർ 2 ആണെങ്കിലോ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് മെയിൻ ഷെല്ല് മുതൽ ആരംഭിക്കുന്നു. 1ാമത്തെ മെയിൻ ഷെല്ലിലെ ഒരേ ഒരു സബ്ഷെല്ല് എഴുതി എസ്. എസിൽ മാക്സിമം 2 കൊള്ളും. പക്ഷെ നമുക്ക് 2 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതാം 1s2. ഉത്തരം കിട്ടി. 1s2. ഇതാണ് ഹീലിയത്തിൻ്റെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ ലിഥിയം അറ്റോമിക സംഖ്യ 3 ആണെങ്കിലോ
നമുക്കിവിടെ എഴുതാം 1 യെസ്. അതിന് 3 കൊള്ളൂല്ലോ, കാരണം എസിൽ പരമാവധി 2 കൊള്ളുള്ളൂ. എസിൽ പരമാവധി 2 ഇലക്ട്രോൺസേ കൊള്ളുള്ളൂ. അതുകൊണ്ട് നമ്മൾ 1s2 എഴുതി. അപ്പോൾ ഈ ഷെല്ല് നിറഞ്ഞു. എന്നിട്ട് 3 ഇലക്ട്രോണിൽ 2 ഇവിടെ പോയി, ബാക്കി 1 ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ളത് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഷെല്ലിലെ ആദ്യത്തെ സബ് ഷെല്ലാകുന്ന എസിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1s2 2s1. അപ്പോൾ 2 1 3 ആയില്ലേ? അപ്പോൾ ഇതാണ് ലിഥിയത്തിൻ്റെ സബ് ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഞാൻ കാർബണിൻ്റെ 6 ആണെങ്കിലോ, അറ്റോമിക് നമ്പർ 6 ആണെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. ഏത് കുട്ടിക്കും സിമ്പിളായി നമുക്ക് ഈ ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ എഴുതാൻ കഴിയും. നിങ്ങളിത് കാണാപ്പാടം പഠിച്ച് വയ്ക്കരുത്. ഞാൻ പറഞ്ഞു, പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അറ്റോമിക് നമ്പർ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ചോദിച്ചാൽ നമ്മളിതിങ്ങനെ എഴുതി വയ്ക്കുന്നു. എഴുതി വെച്ച് ഇത് നോക്കിക്കൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ഇലക്ട്രോൺ വിന്യാസം എഴുതി. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, അതിനാണ് ഈ ആരോ മാർക്കിട്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ പോകാം. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഓക്കെ, ഇനി കാർബണിൻ്റെ 6 നമുക്ക് എഴുതാം. ഫസ്റ്റ് മെയിൻ ഷെല്ല് നിറഞ്ഞു, 1s2 നിറഞ്ഞു. ബാക്കിയുള്ള ഇലക്ട്രോൺ 2sലേക്ക് പോകും. 2sൽ പരമാവധി 2 കൊള്ളും. അപ്പോൾ 2s2 ആയി. അപ്പോൾ ടോട്ടൽ 2 4, 6ൽ നിന്ന് 4 കുറച്ചാൽ ബാക്കി എത്രയുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2s കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ ഇങ്ങനെ വന്നാൽ പിന്നെ ഇവിടെ ഇല്ല, പിന്നെ ഇങ്ങനെയാണ്. 2p. പിയിൽ മാക്സിമം 6 കൊള്ളും, കാരണം 3 ഓർബിറ്റൽ പിക്കുണ്ട്. അപ്പോൾ 3 2 6 ഇലക്ട്രോൺ പിയിലുണ്ട്. അപ്പോൾ 2p. ബാക്കി നമുക്ക് 6ൽ 4 പോയി, ബാക്കി 2 മതി. 2p2. ഇതാണ് കാർബണിൻ്റെ സബ് ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, ഫ്ലൂറിൻ്റെ 9 ആണെങ്കിലോ നമുക്ക് എഴുതാം. വളരെ സിമ്പിൾ അല്ലേ? ഫ്ലൂറിൻ്റെ 9 ആണെങ്കിൽ നമുക്ക് എഴുതാം. ആദ്യം ഇലക്ട്രോൺ പോകുന്നത് 1s2. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ഇലക്ട്രോണുകൾ 2sലേക്ക് പോയി. അപ്പോൾ 2sൽ 2 കൊള്ളും, 2s2. അത് കഴിഞ്ഞാലോ ബാക്കിയുള്ള ഇലക്ട്രോൺ 2s കഴിഞ്ഞാൽ പിന്നെ 2pയിലേക്ക് പോയി. 2p. ആകെ 9 ഉള്ളൂ. 9ൽ 2 2 4 പോയി. പിയിൽ 6 കൊള്ളും. അപ്പോൾ ബാക്കി 5 പിയിൽ കൊള്ളും. 2p5. അപ്പോൾ 5 4 9 ആയില്ലേ? ഇങ്ങനെയാണ് ഫ്ലൂറിൻ്റെ സബ് ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സബ് ഷെല്ലുകൾ എഴുതുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണത്. സബ് ഷെൽ എഴുതുമ്പോൾ എപ്പോഴും സബ് ഷെല്ലുകളുടെ എഴുതുമ്പോൾ അത് സ്മോൾ ലെറ്ററിൽ മാത്രമേ എഴുതാവൂ. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കോമ ഇടേണ്ട ആവശ്യമില്ല. ഒരിക്കലും നമ്മൾ കോമ ഇടാൻ പാടില്ല. നേരെ അങ്ങ് എഴുതി പോയാൽ മതി. ഓക്കെ, വേറൊരു എക്സാമ്പിൾ, സോഡിയം നമുക്ക് എഴുതി നോക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 11 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് മെയിൻ ഷെല്ലിലെ 1s2 നിറഞ്ഞു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇലക്ട്രോണുകൾ 1s2 നിറഞ്ഞു കഴിഞ്ഞാൽ 2sലേക്ക് പോകുന്നു. അപ്പോൾ 2s2 നമ്മൾ എഴുതി. അപ്പോൾ 2 2 4 ഇലക്ട്രോൺ പോയി. 2s നിറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് പോകും, 2pയിലേക്ക് പോകും. പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ കൊള്ളും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 2p6 മാക്സിമം. എന്നിട്ടും ബാക്കി ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അപ്പോൾ 6 4 10, 11ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അപ്പോൾ 2p കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി. 2p കഴിഞ്ഞാൽ 3sലേക്ക് പോയി. എസിൽ 2 കൊള്ളും, പക്ഷേ നമുക്ക് 1ൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇതാണ് സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ. അടുത്തത് എങ്ങനെയാണ് ക്ലോറിൻ്റെ അറ്റോമിക സംഖ്യ 17 ആണെങ്കിൽ നമുക്ക് എഴുതുക എന്ന് നോക്കാം. അതും ഇത് വെച്ച് നമുക്ക് എത്ര വലിയ നമ്പർ വന്നാലും വളരെ സിമ്പിളായി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിഗറാണ് നമ്മൾ ബോർഡിൽ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 1s2 ആരംഭിക്കുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പറയും, 2s2 ആരംഭിച്ചു കഴിഞ്ഞു. 2s2 കഴിഞ്ഞാൽ 2pയിലേക്ക് പോകുന്നു. പിയിൽ 6 കൊള്ളും. 2p6 കഴിഞ്ഞു, നിറഞ്ഞു. 2p കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോവുക? താഴേക്കാണ്. അപ്പോൾ 3s 6 4 10. എസിൽ 2 കൊള്ളുള്ളൂ, 12 ആയി. 3s2 കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ 3pയിലേക്ക് പോകും. 3p 17 ആകുമ്പോൾ 12 പോയി കഴിഞ്ഞാൽ ബാക്കി 5 ഉള്ളൂ. പിയിൽ 6 കൊള്ളും, പക്ഷെ നമുക്ക് 5 മതി. 3p5. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി കാൽഷ്യമാണെങ്കിൽ അറ്റോമിക് നമ്പർ 20 ആണ്.
ഒരുപക്ഷേ നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾക്ക് സ്വന്തമായി എഴുതാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് എഴുതി നോക്കി. ആദ്യം 1s2 നിറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇലക്ട്രോൺസ് കൊണ്ട് പോവുക. ഇതാ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ മതി, താഴേക്ക് 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 ഇങ്ങനെ പോകും. ഇനി 2s2ലേക്ക് പോയി, അവിടെ നിറഞ്ഞു. ഇനി ബാക്കിയുള്ള ഇലക്ട്രോണുകൾ 2s2 കഴിഞ്ഞാൽ 2p6ലേക്ക് പോകുന്നു. 2p6ലേക്ക് പോകുന്നു. ആ 2p നിറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ താഴേക്ക് 3s2ലേക്ക് പോകുന്നു. 3sലേക്ക് പോകുന്നു. എസിൽ 2. അപ്പോൾ എത്രയായി? 6 4 10, 2 12 ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ 3s2 കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? 3s2 കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 3p6. 12 പറ 18 ആയില്ലേ? 12 പറ 18 ഇനി 2 ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ 3p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് പോവുക. 3d അല്ല, ബാക്കി താഴേക്കാണ്. അതുകൊണ്ട് 4sൽ 2 കൊള്ളൂല്ലേ? 4s2. ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മൂലകത്തിൻ്റെ സബ്ഷൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. അത് എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പാറ്റേൺ, ഈ ഫിഗർ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കരുത്. ഇത് നിങ്ങൾ എഴുതി നോക്കിയാൽ മാത്രം മതി. അല്ലെങ്കിൽ ആരോ മാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ കഴിയും. വളരെ സിമ്പിൾ. എത്ര വലിയ അറ്റോമിക് നമ്പർ ഉള്ളതാണെങ്കിലും നമുക്ക് എഴുതാൻ കഴിയും. ഞാനൊരു എക്സാമ്പിൾ പറയാം. അറ്റോമിക് നമ്പർ നമുക്കൊരു 33 ആയിക്കോട്ടെ. അറ്റോമിക് നമ്പർ 33 ആണെങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു കുറച്ച് വലുതാണെങ്കിൽ നമുക്കിത് വെച്ചുകൊണ്ട് എങ്ങനെ എഴുതാം എന്നുള്ള ഒരു ട്രയലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എഴുതുമ്പോൾ നിങ്ങളും അതുപോലെ നിങ്ങളുടെ പേപ്പറിൽ ഒന്ന് എഴുതുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യം അങ്ങോട്ട് പോയി 1s2 നിറഞ്ഞു. ഇനി എങ്ങോട്ടാണ് ഇലക്ട്രോൺ പോവുക? 2s2. ഉത്തരം ശരിയാണ്, അത് നിറഞ്ഞു. ഇനി എങ്ങോട്ടാണ് ഇലക്ട്രോൺസ് പോവുക? 2s2 കഴിഞ്ഞാൽ 2p. p6 കൊള്ളൂല്ലോ. 2p6 അവിടെ നിറഞ്ഞു. 2p നിറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോവുക? ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത് കണ്ടോ? 2p കഴിഞ്ഞാൽ പിന്നെ 3s എന്ന് പറഞ്ഞാൽ 3sൽ 2 കൊള്ളും. എസിൽ മാക്സിമം 2 കൊള്ളുള്ളൂ. 3s2. അത് കഴിഞ്ഞാൽ 3s2 കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? 3p6. ഓക്കെ, അപ്പോൾ 3p നിറഞ്ഞു. എന്നിട്ട് ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകാം? 3p കഴിഞ്ഞാൽ 4s2. ഓക്കെ, 4s2 നിറഞ്ഞു. കാരണം 3p കഴിഞ്ഞാൽ ഊർജ്ജം കൂടുതൽ 4sനാണ്. അപ്പോൾ 4s2 നിറഞ്ഞു. അത് കഴിഞ്ഞാൽ 4s2 നിറഞ്ഞാൽ 3dയിലേക്ക് പോകും. ഓക്കെ, 4s2 കഴിഞ്ഞാൽ 3d. ഡിയിൽ പരമാവധി മാക്സിമം 10 കൊള്ളൂല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ 10, 12, 18, 20, 30 ഇനി 3 ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട്. അതെങ്ങോട്ട് പോകും നോക്കാം നമുക്ക്. 3d കഴിഞ്ഞ് അങ്ങോട്ട് പോവുക. 3d കഴിഞ്ഞാൽ താഴേക്ക് കണ്ടോ 4p. p6 കൊള്ളും. പക്ഷെ നമുക്ക് 6ൻ്റെ ആവശ്യമില്ല. 30, അപ്പോൾ 3 മതി. അപ്പോൾ 33 ആയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയുന്നു. ശ്രദ്ധിക്കണേ. നിങ്ങൾ ഓർമ്മ വെച്ചിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് ഇങ്ങനെ നമ്മൾ ഈ തത്വപ്രകാരം ഈ ഫിഗർ അനുസരിച്ച് ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതായ പണി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മെയിൻ ഷെല്ലുകൾ അടുത്തടുത്ത് വരുന്ന രീതിയിൽ ഒരു പുനർക്രമീകരണം ചെയ്യണം. ഹലോ, ശ്രദ്ധിക്കണേ. ഇതിൻ പ്രകാരം ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ മുഖ്യ ഷെല്ലുകൾ അടുത്തു വരുന്ന രീതിയിൽ ഒരു പുനർക്രമീകരണം നടത്തണം. ആദ്യം നമ്മളിങ്ങനെ എഴുതിയതിന് ശേഷം അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് ഒന്നിച്ച് വരുന്നു, 2 2 ഒന്നിച്ച് വരുന്നു, 3 3 3 ഒന്നിച്ച് വരുന്നു, 4 4 4 4 ഇങ്ങനെ ഒന്നിച്ച് വരണം. ഇപ്പോൾ നമുക്ക് എഴുതാം. 1s2, 2s2, 2p6. അപ്പോൾ 2 2 അടുത്തെടുത്ത് വന്നു. ഇനി 3 3 3 അടുത്ത് വരണം. അപ്പോൾ 3s2, 3p6 കണ്ടോ? അവിടെ 3 ഉണ്ട്. 3d10 ഇതിങ്ങനെ ചേർത്ത് വയ്ക്കണം. അത് കഴിഞ്ഞാലോ 4s2, 4p3 അടുത്തെടുത്ത് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്രമീകരണം കൂടി നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ശരിയായ ഉത്തരം ഇതായിരിക്കും.
ഒരുപക്ഷേ നിങ്ങൾ 10ാം ക്ലാസ്സിൽ നമ്മളിങ്ങനെ എഴുതി വെച്ചാലും ഒരുപക്ഷെ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ശരികളിൽ ഏറ്റവും ശരി ഇതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പുനർക്രമീകരണം ചെയ്യുന്നത് ഇപ്പോഴും നല്ലതാണ്. പുതിയ രീതി അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോൺ വിന്യാസം സബ്ഷെൽ ക്രമത്തിൽ എഴുതുന്ന രീതി നിങ്ങൾ ഒരുപക്ഷെ പരിചയപ്പെട്ട് കാണും. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ടാവും. ഇനി ഒരു പോയിൻ്റ് കൂടി, ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം കൂടി അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എങ്ങനെയാണ് ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുന്നത്? എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് വേയിൽ, അതായത് ഇത്ര നീളം കൂടി വലിയ നമ്പറൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ നീളത്തിൽ ഇങ്ങനെ എഴുതി പോകേണ്ടി വരും. പക്ഷെ അങ്ങനെ എഴുതുന്നതിന് പകരമായിട്ട് നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, ചുരുക്കി എഴുതാൻ വേണ്ടി 18ാം ഗ്രൂപ്പിലെ ഉത്കൃഷ്ട മൂലകങ്ങളായ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ, റെഡോൺ, ഈ മൂലകങ്ങളുടെ അറ്റോമിക സംഖ്യ ബൈ ഹാർട്ട് പഠിക്കണം. നമുക്കിവിടെ എഴുതി നോക്കാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ, റെഡോൺ. ഓക്കെ, ഹീലിയത്തിൻ്റെ അറ്റോമിക സംഖ്യ 2 നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10 എന്ന് പഠിക്കണം. ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18 എന്ന് പഠിക്കണം. ക്രിപ്റ്റോണിൻ്റെ 36 പഠിച്ചിരിക്കണം. സീനോൺ 54, റെഡോൺ 86 എന്നിങ്ങനെ കാണാപ്പാഠം പഠിക്കണം. ഇത് പഠിക്കാനൊരു ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് ഇങ്ങനെ എല്ലാം ബൈഹാർട്ട് പഠിച്ചിങ്ങനെ വയ്ക്കാമെന്ന് പറഞ്ഞാൽ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിൻ്റെ കൂടെ 8 കൂട്ടിയാൽ 10 കിട്ടിയില്ലേ? അപ്പോൾ നിയോണിൻ്റെ 10 കിട്ടി. അതിൻ്റെ കൂടെ വീണ്ടും നമ്മളൊരു 8 കൂട്ടിയാൽ 18 കിട്ടിയില്ലേ? അപ്പോൾ ആർഗോണ്ട് കിട്ടി. ഇനി 18ൻ്റെ ഇരട്ടി ഡബിളാക്കി കഴിഞ്ഞാൽ 36 ആയില്ലേ? പിന്നെ 54, 86 മാത്രം ബൈഹാർട്ട് പഠിച്ചാൽ മതി. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മനസ്സിലിങ്ങനെ പോകാതിരിക്കും. 2, 8 കൂട്ടി 10, പിന്നെ 8 കൂട്ടി 18, പിന്നെ ഇരട്ടിയാക്കി 36, പിന്നെ 54, 86 ബൈഹാർട്ട് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ബൈഹാർട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുന്നത്. എങ്ങനെ? ശ്രദ്ധിക്കണേ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് സോഡിയത്തിൻ്റെ കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20 അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട പണി ഇത്രേ ഉള്ളൂ. അറ്റോമിക് നമ്പർ 20 താഴെയുള്ള 18ാം ഗ്രൂപ്പിലെ ഉത്കൃഷ്ട മൂലകം ഏത് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അറ്റോമിക് നമ്പർ 20 അപ്പോൾ 20 താഴെയുള്ളത് 18 അല്ലേ? അപ്പോൾ ആർഗൺ ആണെന്ന് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ എഴുതി, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി. കുഴപ്പമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ 18 വരെ, അറ്റോമിക സംഖ്യ 18 വരെ ഇതിൻ്റെ ഉള്ളിലായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 6, 4, 12, 12, 18 18 വരെ ഇവിടെ ആയി കഴിഞ്ഞു. അത്രയും നീട്ടി എഴുതുന്നതിന് പകരം നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 18 അറ്റോമിക് നമ്പർ 18 വരെ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. ബാക്കി എത്രയുണ്ട്? അത് കഴിഞ്ഞാൽ ബാക്കി 4s2. ആ 4s2 നമ്മളിങ്ങനെ എഴുതിയാൽ മതി. ഇതാണ് കാൽസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ ചുരുക്കി എഴുതുന്ന രീതി. ഇങ്ങനെയായിരിക്കും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ക്ലോറിൻ്റെ അങ്ങനെയാണെങ്കിൽ സോഡിയത്തിൻ്റെ നമുക്ക് എഴുതി നോക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 അല്ലേ? 11 നമ്മൾക്ക് എങ്ങനെ ചുരുക്കി എഴുതാൻ പറ്റും? അപ്പോൾ ഈ 11ൻ്റെ താഴെയുള്ള ഉത്കൃഷ്ട മൂലകം ഏതാണ്? നിയോൺ 10. അപ്പോൾ നമുക്ക് നിയോൺ Ne ആണെന്നറിയാം. അത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതി. അപ്പോൾ 10 വരെ അറ്റോമിക് നമ്പർ 10 വരെ ഇതിനുള്ളിൽ പോയി. അപ്പോൾ 10 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 6, 4, 10 കഴിഞ്ഞാൽ ബാക്കി 3s1 അവശേഷിക്കുന്നുണ്ട്. അത് നമ്മൾ പുറത്തങ്ങ് എഴുതിയാൽ മതി. 3s1. ഇതാണ് സോഡിയത്തിൻ്റെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുന്നത്. ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം SLC ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചിലപ്പോൾ ഇതേ രീതിയിലായിരിക്കും ചോദ്യം വരിക. മുഴുവൻ ഇലക്ട്രോൺ വിന്യാസവും എഴുതുന്നതിന് പകരമായി അവർ ചിലപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയായിരിക്കും. അങ്ങനെ ഇടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഉത്കൃഷ്ട മൂലകത്തിൻ്റെ അറ്റോമിക സംഖ്യകൾ
നാം കാണാപ്പാഠം പഠിച്ചിരിക്കണം. അതിൻ്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞു. ഓക്കെ. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം. ചോദ്യം 1: എല്ലാ ഷെല്ലുകളിലും പൊതുവായി കാണപ്പെടുന്ന സബ്ഷെൽ ഏത്? നിങ്ങൾക്ക് ഇതുവരെയും പഠിച്ചതിൽ വെച്ച് ഉത്തരം കണ്ടെത്താൻ കഴിയുമോ? എല്ലാ ഷെല്ലുകളിലും കാണപ്പെടുന്ന പൊതുവായ സബ്ഷെൽ ഏത്? വളരെ വ്യക്തമാണ്. എസ് സബ്ഷെല്ല്. എല്ലാത്തിലും എസ് സബ്ഷെല്ലുണ്ട്. കിട്ടിക്കഴിഞ്ഞു. മറ്റൊരു ചോദ്യം പറയാം. 4s-നാണോ 3s-നാണോ ഊർജം കൂടുതൽ? 4s-നാണോ 3s-നാണോ ഊർജം കൂടുതൽ? വളരെ വ്യക്തമായി നിങ്ങൾക്ക് ആ ഫിഗർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയും. 3s കഴിഞ്ഞാൽ 3p, 3p കഴിഞ്ഞാൽ 4s. അപ്പോൾ ഏറ്റവും പുറത്തുള്ള സബ്ഷെല്ല് 4s ആയതുകൊണ്ട് 4s-നാണ് ഊർജം കൂടുതൽ, 3s-ന് ഊർജം കുറവുമായിരിക്കും. ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ. എഫ് സബ്ഷെല്ലിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര? വളരെ വ്യക്തമാണ്. എഫിൽ 14. കാരണം 7 ഓർബിറ്റിലുണ്ട്. 7 ഓർബിറ്റിലുള്ളത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 14 ഇലക്ട്രോൺസ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ SLC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പക്ഷേ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു മൂലകത്തിൻ്റെ അറ്റോമിക സംഖ്യ തന്നു കഴിഞ്ഞാൽ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതുക, അത് ചുരുക്കി എഴുതുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ. അപ്പോൾ നമ്മൾ ആറ്റത്തെപ്പറ്റി നമ്മൾ കണ്ടു. ആറ്റത്തിൻ്റെ മെയിൻ ഷെല്ലുകൾ കണ്ടു. മെയിൻ ഷെല്ലുകളിൽ സബ്ഷെല്ലുകൾ ഉണ്ടെന്ന് കണ്ടു. സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺസിനെ കാണുവാൻ സാധ്യതയുള്ള മേഖലകളെയാണ് ഓർബിറ്റൽ എന്ന് നാം പറഞ്ഞു. അത് വെച്ചുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എസ് സബ്ഷെല്ലിൻ്റെ ആകൃതി കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. എസ് സബ്ഷെല്ലിൻ്റെ ആകൃതി ഗോളാകൃതി എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സ്പെറിക്കൽ ഷേപ്പ്. അതുപോലെ പി സബ്ഷെല്ലിൻ്റെ ആകൃതി ഡംബെൽ, DUMBELL, ഡംബെൽ എന്ന് പറയും. ഡംബെൽ. അത് വെറുതെ അതിൻ്റെ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതായത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് രണ്ടും പഠിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ നമ്മൾ ചുരുക്കി എഴുതാൻ പഠിച്ചു, ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിച്ചു, സബ്ഷെൽ ക്രമത്തിൽ എഴുതാൻ പഠിച്ചു. കുറേ സബ്ഷെല്ലുകൾ കിട്ടിയാൽ അതിൻ്റെ ഊർജം കൂടി വരുന്ന ക്രമത്തിൽ സബ്ഷെല്ലുകളെ ക്രമീകരിക്കാൻ നിങ്ങൾ പഠിച്ചു. അതറിയണമെങ്കിൽ നമ്മൾ ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വയ്ക്കരുത്. നിങ്ങൾ എഴുതി നോക്കണം. നിങ്ങളുടെ പേപ്പറിൽ ഒന്ന് എഴുതി നോക്കിയിട്ട് അത് വെച്ചായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ഉത്തരങ്ങളെല്ലാം ചെയ്യുന്നത്. വീണ്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, ഒരു സബ്ഷെൽ ക്രമത്തിലെ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ മെയിൻ ഷെല്ലുകൾ അടുത്തു വരുന്ന ക്രമത്തിൽ അതിനെ ഒരു പുനർക്രമീകരണം നടത്തണം. അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മളങ്ങനെ ചെയ്തിരിക്കണം. അതായത് 1, അത് കഴിഞ്ഞ് 2 അടുത്ത് വരണം, പിന്നെ 3 അടുത്ത് വരണം, പിന്നെ 4 അടുത്ത് വരണം. അങ്ങനെ അടുത്ത് ചേർത്ത് വരുന്ന രീതിയിൽ നമ്മളൊരു പുനർക്രമീകരണം നടത്തി എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ കറക്റ്റ് ഉത്തരമായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ കോവിഡ് കാലഘട്ടം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂളുകളിലേക്ക് എത്തിച്ചേരും, നിങ്ങളുടെ ട്യൂഷൻ സെൻ്ററുകളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് മുഖാമുഖം കണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടാകും. മാത്രമല്ല എല്ലാ സംശയങ്ങളും നമുക്ക് അവിടെ വെച്ച് തീർക്കാൻ കഴിയുന്നുണ്ടാകും. അതിനു മുമ്പ് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് ശരിയായ രീതിയിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകളിലേക്ക് കടന്നു വരുമ്പോൾ പഠനം വളരെ സിമ്പിളായി മാറും എന്നുള്ളതാണ് ഇത്തരം ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു പ്രാധാന്യം എന്നുകൂടി ഞാൻ ആമുഖമായി പറയട്ടെ.